പുനരുദ്ധാരണമെന്ന ആഖിറത്തിലേക്ക് രണ്ടാമത് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ ആദ്യമായി ഭൂമി പിളരുന്നത് എനിക്ക് വേണ്ടിയാണ്. അവ്വലുമൻ യുഫ്തഹു ലഹു ബാബുൽ ജന്നതി അന, സ്വർഗത്തിൻ്റെ വാതിൽ ആദ്യമായി തുറക്കപ്പെടുന്നതും എനിക്ക് വേണ്ടിയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമീ. ഹബീബായ നബിയേ, അങ്ങയാണല്ലോ, അങ്ങയുടെ ശഫാഅത്താണ്, ശുപാർശയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ, തിന്മകളുടെ പാപങ്ങളുടെ ഭാണ്ഡവുമായി വരുമ്പോൾ, അവിടെ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ നീതിയുടെ കോടതിയിൽ നിന്ന് റബ്ബിൻ്റെ ഫضല് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്ന നമ്മൾക്ക് ഏക പ്രതീക്ഷ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ശഫാഅത്താണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഉമറേ, നിങ്ങളുടെ മാതാപിതാക്കള്, മക്കള്, മറ്റു ഇഷ്ടജനങ്ങൾ എല്ലാവരെക്കാളും ഞാനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാകേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ, അൻത അഹബ്ബു ഇലയ്യ മിൻ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കളെക്കാളും വലുത് അങ്ങ് തന്നെയാണ്. വമിൻ അബ്നാഇ, എൻ്റെ മക്കളെക്കാളും വലുത് അങ്ങ് തന്നെയാണ്. വമിൻ സായിരിൻ നാസ്, മറ്റെല്ലാ ജനങ്ങളെക്കാളും. ഇല്ലാ മിൻ നഫ്സി, എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വരുന്നത് അങ്ങ് തന്നെയാണ്. ഉള്ളതുപോലെ പറഞ്ഞു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഹബീബ് പറഞ്ഞു, ലാ യാ ഉമർ, ആയിട്ടില്ല ഉമറേ. വമിൻ നഫ്സിക, നിങ്ങളുടെ ശരീരത്തെക്കാളും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം. ഇതൊരു ഭയങ്കരമായൊരു ടാസ്ക്കാണ്. നമ്മുടെ ശരീരത്തെക്കാളും, നമ്മുടെ വിശ്രമം, നമ്മുടെ ഉറക്ക്, നമ്മുടെ ആവശ്യം, ഇതിൻ്റെയൊക്കെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് തങ്ങളെ നമുക്ക് മുമ്പിൽ വെക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് പറയാൻ വലിയ എളുപ്പമാണ്, ജീവിതത്തിലേക്ക് പകർത്താൻ വലിയ ത്യാഗം വേണ്ടി വരും. സ്നേഹമുണ്ട് എന്ന് അവകാശപ്പെടൽ എളുപ്പമാണ്, പക്ഷേ ആ സ്നേഹത്തിൻ്റെ ശരിയായ പ്രകടനം അത് എളുപ്പമല്ല. അത് യഥാർത്ഥത്തിൽ മനസ്സിലുള്ളവർക്കേ പ്രകടിപ്പിക്കാൻ കഴിയൂ. ആ സ്നേഹം ഉമർ റളിയല്ലാഹു അൻഹു കുറച്ചു നേരം ചിന്തിച്ചു. റബ്ബേ, കാട്ടറബിയായി ജീവിച്ചിരുന്ന ഞാൻ, കൽഹൃദയനായി ജീവിച്ചിരുന്ന ഞാൻ, ആ എന്നെ ഹിദായത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചത് ഈ റസൂലിലൂടെയാണ്. അപ്പോഴാണ് എനിക്ക് ഈമാൻ ഉണ്ടായത്. എൻ്റെ ഈ ലോകത്തെ ജീവിതം അർത്ഥവത്തായത് എൻ്റെ ഈ റസൂൽ കാരണമാണ്. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകണമെന്ന് ഞാൻ കൊതിക്കുന്നു. ആ സ്വർഗം സാധ്യമാവണമെങ്കിൽ ഈ ഹബീബിൻ്റെ ശഫാഅത്ത് എനിക്ക് വേണം. അപ്പം എൻ്റെ ഈ ലോകവും എൻ്റെ നാളത്തേതും ഹബീബിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഉമർ എന്നവർ പറയുന്നു, എന്നാൽ പിന്നെ എന്നെക്കാളും ഞാൻ ഹബീബിനെയല്ലേ സ്നേഹിക്കേണ്ടത്? കുറച്ചു നേരം ഉമർ എന്നവരിങ്ങനെ ഒരു ആത്മഗതം സ്വന്തത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അൽ ആൻ അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, ഈ നിമിഷം എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന നബിയെ, അങ്ങ് എൻ്റെ ശരീരത്തെക്കാളും എനിക്കിഷ്ടപ്പെട്ടവരാണ്. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുകയാണ്, എൻ്റെ ശരീരത്തെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങാണ് നബിയെ. ഇപ്പോഴാ ഹബീബിൻ്റെ മറുപടി, അൽ ആന യാ ഉമർ, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ഈമാൻ പരിപൂർണമായത്. നിങ്ങളുടെ ഈമാൻ പരിപൂർണമായത് ഇപ്പോഴാണ്. അതുകൊണ്ട് പുണ്യ നബി തങ്ങളുടെ മൗലിദ് റബീഉൽ അവ്വൽ വരുമ്പോഴേക്കും ഓരോരോ ക്ലിപ്പുകൾ ഉണ്ടാക്കി മുഅ്മിനീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും റബീഉൽ അവ്വൽ പാടില്ല എന്ന് പറയുകയും ഹബീബിൻ്റെ ജന്മദിനത്തിൽ സന്തോഷിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ഈമാനിൻ്റെ പ്രഭയാണ് നിങ്ങൾ ഊതിക്കെടുത്തുന്നത്. സ്വഹാബികൾ നബി തങ്ങൾ കൊണ്ടുവന്നത് ഇത്തിബാ ചെയ്തവർ മാത്രമല്ല, നബി തങ്ങളോട് അടങ്ങാത്ത സ്നേഹമുള്ളവരാണ്. ആ സ്നേഹപ്രകടനം എപ്പോഴും വേണം, എപ്പോഴും വേണം. അതിനതിരുകളില്ല, അതിന് നിബന്ധനകൾ വെച്ചിട്ടില്ല നബി തങ്ങൾ. അരുതാത്തത്, ശറഇൽ പാടില്ലാത്തത് ചെയ്യരുത്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ലാത്ത പക്ഷം എന്നും എപ്പോഴും എവിടെയും ഹബീബിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തപ്പെടേണ്ടതു തന്നെയാണ്. ഇതിലേത് മുഅ്മിനിനാ, ഈമാനുള്ളൊരു മനുഷ്യന് പറയാൻ കഴിയോ ഹബീബിൻ്റെ ജന്മദിനത്തിൽ സന്തോഷിക്കരുത്? ഈമാനുള്ളൊരു മനുഷ്യന് പറയാൻ കഴിയോ? അതുകൊണ്ട് ഇത്തരം ആളുകൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്നൊരു ആത്മവിചിന്തനം ചെയ്യുക. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തുന്നത്, ലോക മുസ്ലിമീങ്ങൾ ഹബീബിൻ്റെ മൗലിദ് സദസ്സുകൾ ലോകത്തെമ്പാടും. യു എയിൽ ഇന്ന് ലീവാണ്, യു എയിൽ ഇന്ന് ലീവ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ എയർപോർട്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ ട്രാഫിക് സൈൻ പോയിന്റുകളുണ്ട്, എഴുതി കൊടുക്കുന്നു മൗലിദിൻ നബി ഷരീഫ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിൻ്റെ ജന്മദിനത്തിൻ്റെ ഒഴിവാണിന്ന്. ഹബീബ് ലോകത്തേക്ക് വന്നതിൽ നമ്മൾ സന്തോഷിക്കുകയാണ്. ലോകത്തെമ്പായിടത്തും എല്ലായിടത്തും കുറച്ചാളുകൾ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇരുളിൻ്റെ മറവിൽ ഇരുട്ടിൽ നടക്കുന്നവരെ കേൾക്കുന്നുള്ളൂ, വെളിച്ചത്തുള്ളവർക്ക് അത് കേൾക്കാൻ കഴിയില്ല, അതിന് സമയമില്ല.
അതുകൊണ്ട് ഹബീബിന്റെ പദാനങ്ങൾ വാഴ്ത്തപ്പെടട്ടെ എന്നും എന്നും. ഫൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ മദ്ഹിൻ. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളെ വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫിൻ വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി. فإن فضل رسول الله ليس له فإن فضل رسول الله ليس له